നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു ഉപദേശമായിരിക്കും എന്തെങ്കിലും കാര്യം നമുക്ക് നടക്കണമെങ്കിൽ അത് നടക്കുമെന്ന് തന്നെ വിചാരിക്കണം. ഒരിക്കലും നടക്കില്ല എന്ന് പറയരുത്. പകരം നടക്കുമെന്ന് തന്നെ പറഞ്ഞാലേ അതങ്ങനെ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നടക്കാതെ പോകുമെന്ന് നമ്മളിതിനെ അന്ധവിശ്വാസമായിട്ട് പുച്ഛിച്ചു തള്ളും, അല്ലേ? പക്ഷേ ഇത് അന്ധവിശ്വാസമാണോ? അല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടില്ലേ, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല? നമ്മൾ പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ തോറ്റു പോകുന്നു. എപ്പോഴും നമ്മൾ ഒരു കാല് മുമ്പോട്ട് വെക്കുമ്പം, ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ എന്തോ നമ്മളെ പുറകോട്ട് വലിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുമില്ല, അല്ലേ? അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ സ്ക്രിപ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ ഹിഡൻ സ്ക്രിപ്റ്റാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതെ, നമ്മുടെ 95% കാര്യങ്ങളും ജീവിതത്തിൽ നിയന്ത്രിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിജയങ്ങൾ, പരാജയങ്ങൾ എല്ലാം. അതായത് നമ്മുടെ മനസ്സ് മുൻപേ പ്രോഗ്രാം ചെയ്യപ്പെട്ടതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാവോ, നമുക്കിത് മാറ്റി എഴുതാൻ പറ്റും. നമുക്ക് ഈ ഓൾറെഡി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മനസ്സിനെ, ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാവി നമുക്ക് തന്നെ മാറ്റി എഴുതാൻ പറ്റും. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സിന് 2 ലെയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് കോൺഷ്യസ് മൈൻഡും വേറൊന്ന് സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം, എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. നമുക്കിപ്പോൾ വീട്ടിലേക്കുള്ള വഴി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, എന്നും പോകുന്നതാണ്. നമ്മളൊന്നും ചിന്തിച്ചില്ലെങ്കിലും നമ്മൾ പുറപ്പെട്ടാൽ വീട്ടിലെത്തുന്നു, അല്ലേ? അതുപോലെ വേറൊരു കാര്യം, പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ മുമ്പ് നമ്മളറിയാതെ തന്നെ നമ്മുടെ കൈയും കാലും വിറയ്ക്കും, ഒന്ന് നെർവസ് ആവും, അല്ലേ? ഒരു പേടി തോന്നും. നമ്മളുടെ കൺട്രോളിലല്ല, അറിയാതെ ഒരു പേടി വരും. പിന്നെ വേറൊന്ന്, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാലും അതേ പാറ്റേണിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പിന്നെയും പെട്ടുപോകുന്നു. ഒരേ അബദ്ധങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ഇതിനെ വിധി എന്നൊക്കെ പറയുമെങ്കിലും ഇത് ആക്ച്വലി വിധിയല്ല. ഇത് ഈ സബ് കോൺഷ്യസ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ ഇമോഷൻസിനെയും വിശ്വാസങ്ങളെയും എല്ലാം അദൃശ്യനായ ഒരു അസിസ്റ്റൻ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളതുപോലെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുള്ളാണ് കേട്ടോ. സബ് കോൺഷ്യസ് മൈൻഡ് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, ജഡ്ജ് ചെയ്യുന്നുമില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതായത് എന്തൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിരന്തരം കേൾക്കുന്നത്, വീണ്ടും വീണ്ടും കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങ് വിശ്വസിക്കും. സത്യമാണെന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യും. അതിൽ വരുന്നതാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. നമ്മളോട് ആരെങ്കിലും നിരന്തരമായിട്ട് നീ ടാലൻ്റഡ് അല്ല, നിന്നെക്കൊണ്ട് അതിന് കൊള്ളില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അതങ്ങ് സ്റ്റോർ ചെയ്യും. അപ്പോൾ വലുതാകുമ്പോഴും നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ട്രൈ ചെയ്യാൻ ഈ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പറ്റില്ല. പിന്നെ വേറൊരു എക്സാമ്പിളായിട്ട്, നമ്മളോട് തന്നെ നിരന്തരം ഡെയിലി നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊന്ന്, നമ്മുടെ ചുറ്റുപാട് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുപോലെ നമുക്ക് നിരന്തരമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം. സോ നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് തന്നെ പറയുകയാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ് അതങ്ങ് വിശ്വസിക്കും. പിന്നെ ആ വിശ്വാസത്തിന് യോജിച്ച ചോയ്സ് നിങ്ങളെക്കൊണ്ട് എടുപ്പിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരേ തരം തെറ്റുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. എത്ര ട്രൈ ചെയ്തിട്ടും നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നതിനൊക്കെ കാരണം ഇതാണ്. പക്ഷേ ഇത് കേട്ട് പേടിക്കേണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിനുള്ള വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. പവർഫുള്ളാണ്, പക്ഷേ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്താണ് അഫർമേഷൻ. ഇത് മിക്കവാറും ഇതിനോടകം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡാണ്, ഒരു ടേമാണ്. ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കുമാണിത്. നിങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങളോട് തന്നെ പറയണം, ഐ ആം വർത്തി, ഐ ആം ക്യാപ്പബിൾ, ഐ ആം കാം. അതായത് നമുക്ക് വിലയുണ്ട്, നമുക്ക് കഴിവുണ്ട്, നമ്മളെക്കൊണ്ട് അത് പറ്റും എന്ന് റിപ്പീറ്റായിട്ട് നിങ്ങളോട് തന്നെ പറയുക. ഇതിന് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഉണർന്ന ഉടനെ, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്.
ഇനി രണ്ടാമത്തെ ഒരു വഴി വിഷ്വലൈസേഷനാണ്. ഇത് മിക്കവരോടും ഈ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, മിക്കവരും ഇത് ട്രൈ ചെയ്തിട്ടുള്ള അവരറിയാതെ തന്നെ ഇതിങ്ങനെ ഒന്നാണെന്ന് അറിയാതെ തന്നെ ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതാണ് വിഷ്വലൈസേഷൻ. അതായത് കണ്ണടച്ചിട്ട് നമുക്കിഷ്ടമുള്ള ജീവിതം അങ്ങ് വിശദമായിട്ട് തന്നെ അങ്ങ് സങ്കല്പിക്കുക, അത് ഫീൽ ചെയ്യുക, അത് യാഥാർത്ഥ്യമാണെന്നതുപോലെ തന്നെ അങ്ങ് ഫീൽ ചെയ്യുക. അപ്പം നിങ്ങളിൽ പലർക്കും ഇത് തോന്നും, ഇതിനൊന്നും വിശ്വാസമില്ലാത്തവർക്ക് തോന്നും ഇതിലെന്ത് ലോജിക്കെന്ന്. ഇതിന് അങ്ങനെ അങ്ങ് ലോജിക്ക് എന്താ ഉള്ളേ എന്ന് ചോദിച്ച് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. കാരണം ഉപബോധ മനസ്സ് ഈ ലോജിക്ക് എന്താണെന്നൊന്നും അന്വേഷിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ചോദ്യവും ചോദിക്കുന്നില്ല, ജഡ്ജ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. എന്താണോ നമ്മുടെ ഫീലിങ്സ് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണോ നിരന്തരം കേൾക്കുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മൾ നിരന്തരം എന്താണോ പറയുന്നത് അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത് എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും അത് അതുപോലെ തന്നെ നമ്മളങ്ങ് യാഥാർത്ഥ്യമാണെന്ന രീതിയിൽ ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഈ ഉപബോധ മനസ്സിന് ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുകയും നമ്മളെ അതിന് ചേർന്ന ചോയ്സ് എടുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തത് ഓട്ടോ സജഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഗോൾസ് നമ്മുടെ തന്നെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുക, എന്നിട്ടിത് ദിവസവും കേൾക്കുക. പഴയ കാര്യങ്ങളല്ല കേട്ടോ, ഇപ്പോഴുള്ളത്. അതുപോലെ എപ്പോഴും അത് പോസിറ്റീവായ കാര്യങ്ങളായിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തത് നമ്മുടെ ചുറ്റുപാട് പോസിറ്റീവായിട്ട് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റിവിറ്റി കയറാത്തതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവായ ആളുകളായിരിക്കാനും, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മൾ വായിക്കുന്ന ബുക്കുകൾ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മ്യൂസിക് എല്ലാം പോസിറ്റീവായിട്ടായിരിക്കണം. നെഗറ്റിവിറ്റി ഒട്ടുമേ ഇതിൽ വർക്കാവില്ല. നമുക്ക് ചുറ്റുമുള്ളവരും നമ്മൾ ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ. അങ്ങനെ അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ഇമോഷൻസിനെയും ഈ റിപ്പീറ്റഡായ കാര്യങ്ങളെയും വിശ്വാസങ്ങളും ഇതിൽ കൂടിയെല്ലാമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ കൂടിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും. അത് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ജീവിതം സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരേ സ്റ്റൈലിൽ തന്നെ ഒരേ പാറ്റേണിൽ തന്നെ ജീവിതം പോകുന്ന പോലെ തോന്നുകയാണെങ്കിൽ, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല, അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിൻ്റെ അതിൻ്റെ റിസൾട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് ഉപയോഗിച്ച് ഇതിന് റീസെറ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മാറ്റങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ ഇമോഷൻസിനെയും തീരുമാനങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ടിലും എല്ലാം അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ വിചാരിക്കുന്നതിലും അധികം. സോ നിങ്ങളോട് തന്നെ കൈൻഡായിട്ടായിരിക്കണം. നിങ്ങളുടെ ഡ്രീം ലൈഫ് വിഷ്വലൈസ് ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. മുടക്കം വരുത്തരുത്. മാറ്റം സാധ്യമാണെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങുക. അതായത് ഐ എം റെഡി ടു റീപ്രോഗ്രാം മൈ മൈൻഡ് എന്ന്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനിയും മാറ്റം സാധ്യമാണ്, വളരെ എളുപ്പത്തിൽ സാധ്യമാണെന്ന് അവർക്കും ഒന്ന് വിശ്വാസമാവട്ടെ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.